ശ്രീ പി അബ്ദുൽ ഹമീദ്, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ പെരുവള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡിൻ്റെ സ്തംഭിച്ചു കിടക്കുന്ന പ്രവർത്തനം അത് അടിയന്തരമായി അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ സബ്മിഷൻ. സർ, 2021 അനുമതി ലഭിച്ച പദ്ധതിയാണിത്. ഈ 4 കൊല്ലത്തിനടക്ക് അതിൻ്റെ സ്ട്രക്ചർ പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. തൃശ്ശൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. സർ, അവരെക്കൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പലപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. 2 or 3 പ്രാവശ്യം ഇടപെട്ടത് ഞാൻ തന്നെ ഈ സഭയിൽ പലപ്പോഴായി കൊണ്ടുവന്നതാണ്. സർ, അതുകൊണ്ട് അടിയന്തരമായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മലപ്പുറം ജില്ലയിലെ മൊത്തത്തിലുള്ള ഐസൊലേഷൻ വാർഡുകളുടെ സ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒരിക്കൽ കൂടി വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായിട്ട് ആ ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. യെസ് മിനിസ്റ്റർ. സർ, ബഹുമാന്യനായ അംഗം ഇവിടെ ഉന്നയിച്ച ഐസൊലേഷൻ ബ്ലോക്ക് 2021-22 പുതുക്കിയ ബജറ്റിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് 140 നിയോജക മണ്ഡലങ്ങളിലും അനുവദിച്ചത്. 1,75,00,000 രൂപയാണ് സർ അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. പകുതി തുക MLA ഫണ്ടും പകുതി തുക കിഫ്ബിയും എന്ന നിലയിലാണ് അതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ 88 ഐസൊലേഷൻ ബ്ലോക്കുകൾ അനുവദിച്ചതിൽ 51 പൂർത്തിയാക്കിയത്. ബാക്കിയുള്ള 34 ഇടങ്ങളിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. സർ, ഈ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. ടെൻഡർ വഴിയാണ് സർ കൊടുത്തിട്ടുള്ളത്. അത് ആ വർക്ക് ഏറ്റെടുത്ത ഈ ഏജൻസി അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ സാമഗ്രികൾ ലഭ്യമല്ല എന്ന് അവർ തന്നെ പറഞ്ഞതിനാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ കാലതാമസം നേരിട്ടു. അപ്പോൾ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. കിഫ്ബിയും KMCL ഇവരുമായിട്ട് നിരവധി തവണ ചർച്ച നടത്തിയിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ അവിടെ പെരുവള്ളൂർ CHSയിൽ നിർമ്മാണ പ്രവൃത്തികൾ 2022 പ്രവൃത്തി ഉത്തരവ് നടത്തിയിട്ടുള്ളത്. അവിടുത്തെ EPS വാൾ പാനലും പഫ് റൂഫിംഗ് ഷീറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ഗുണനിലവാരം കൂടി ഉറപ്പാക്കണം എന്നുള്ളത് അവിടെ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. 18/11/2024 നിർമ്മാണം പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഗുണനിലവാരം കൂടി ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി അയച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് സർ.